025/20 2025 ICDS ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം. ആൻസർ ഡി, ഓപ്ഷൻ ഡി, ലാഹോർ. താഴെ കൊടുത്തതിൽ ഭരണാധികാരികൾ അവയുടെ ഭരണകാലഘട്ടം അനുസരിച്ച് ക്രമത്തിൽ എഴുതുക. ആൻസർ ഓപ്ഷൻ എ 2, 1, 4, 3. അതായത് ശ്രീഗുപ്തൻ, ചന്ദ്രഗുപ്തൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ 2. തിമൂർ ഇന്ത്യ ആക്രമണം നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ സി 1398. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ആൻസർ എ EMS നമ്പൂതിരിപ്പാട്. താഴെ കൊടുത്തതിൽ പട്ടിക പരിശോധിച്ച് 1757 കലാപത്തിൻ്റെ നേതാക്കൾ, അവ കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ യോജിപ്പെഴുതുക. ആൻസർ ഓപ്ഷൻ ബി 3142. അതായത് ബഹദൂർ സെക്കൻഡ് ഡൽഹി, കൻവർ സിംഗ് അറ, നാനാ സാഹിബ് കാൻപൂർ, റാണി ലക്ഷ്മിബായ് ഗോളിയ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം. ആൻസർ ഓപ്ഷൻ ബി 2025 ജനുവരി 19. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി കെ അരവിന്ദാക്ഷൻ. അടുത്ത പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുരിശ് മംഗലം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ കുഞ്ചൻ നമ്പ്യാർ. സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം. ആൻസർ ഓപ്ഷൻ സി മനു ഭാക്കർ. താഴെ കൊടുത്തതിൽ പട്ടിക വിശകലനം ചെയ്ത് സാഹിത്യകാരന്മാർ അവരുടെ കൃതികൾ എന്നിവയുടെ ശരിയായ ക്രമത്തിൽ എഴുതുക. ആൻസർ ഓപ്ഷൻ എ 4, 3, 1, 2. അതായത് വർണ്ണരാജി എന്ന് പറഞ്ഞ M ലീലാവതിയുടെയാണ്. സഫലമി യാത്ര N കക്കാടിൻ്റെയാണ്. ശ്യാമമാധവം പ്രഭാവർമ്മയാണ്. മധുരം നിന്റെ ജീവിതം KP അപ്പനാണ്. അടുത്ത, എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മിതോഷ്ണ മേഖലയാണ്. പൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ പറയുന്നത്. ആൻസർ ഓപ്ഷൻ എ ശിലാമണ്ഡലം. ഭൂപടത്തിൽ നൽകിയിട്ടുള്ള ഏത് രീതിയിലുള്ള തോതാണ് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുക? ആൻസർ ഓപ്ഷൻ സി പ്രസ്താവന രീതി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഉപദ്വീപീയ പീഠഭൂമി. 2024 ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ എ മാധവ് ഗാഡ്ഗിൽ. കാർഷിക മേഖലാ വികസനം, ചെറുകിട വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം. ആൻസർ ഓപ്ഷൻ ബി നബാർഡ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി. ആൻസർ ഓപ്ഷൻ എ KN രാജൻ. താഴെ പറയുന്നവയിൽ ഏതിനായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം? ആൻസർ ഓപ്ഷൻ ബി സുസ്ഥിര വികസനം. താഴെ പറയുന്നതിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യം ഏതാണ്? ഓപ്ഷൻ എ. ആൻസർ ഓപ്ഷൻ ഡി ജൈവ രീതിയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത് ജൈവ രീതിയിൽ അവലംബിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക. കുടുംബശ്രീ ആരംഭിച്ച കാലത്തെ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 9ാം പഞ്ചവത്സര പദ്ധതി. രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ സി 1, 2. ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാം. ബില്ലുകളിൽ വേണ്ട നിർദ്ദേശം നൽകി പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. ഇന്ത്യ ഭരണഘടനയ്ക്ക് ലോകത്തിലെ മറ്റ് ഭരണങ്ങളുടെ സവിശേഷതകളുണ്ട്. താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ ബി 2, 3. ലോക്സഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടനാ മാതൃകയിലുള്ളതാണ്. മൗലികാവകാശങ്ങൾ അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നും രൂപം കൊണ്ടതാണ്. കേന്ദ്രമന്ത്രിസഭയുടെ അംഗസംഖ്യ ലോക്സഭയുടെ അംഗസംഖ്യയുടെ 15% കുറയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 91ാമത് ഭരണഘടനാ ഭേദഗതി. ഒരു ഹൈക്കോടതി ജഡ്ജ് പദവിയിൽ നിന്നും രാജിവെച്ച് ഒഴിയണമെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി രാഷ്ട്രപതിക്ക്. മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് രാജ്യത്തിൻ്റേതാണ്? ആൻസർ ഓപ്ഷൻ ബി ഖത്തർ. താഴെ പറയുന്നവയിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രവർത്തനം ഏത്? മനുഷ്യാവകാശമായി. ആൻസർ ഓപ്ഷൻ ബി 3, 2.
അതായത് മനുഷ്യാവശ്യവുമായി ബന്ധപ്പെട്ട പരാതികളും കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുക, മനുഷ്യാവശ്യവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നയങ്ങൾ എന്നിവ പരിശോധിക്കാം. കേരള സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പേര് എന്താണ്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കി. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ തൊഴിൽ ദിനങ്ങൾ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 100 ദിവസം. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം? ആൻസർ ഓപ്ഷൻ ഡി KCB. മെമ്മറി ഉപകരണങ്ങളെ കാര്യത്തിൽ താഴെ പറയുന്നത് ഏതാണ് ശരിയുത്തരം? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവെല്ലാം. മെമ്മറി ഉപകരണങ്ങൾ പ്രോസസ്സിങ്ങിനായി ഡേറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കാൻ ഉപയോഗിക്കുന്നു. പ്രൈമറി മെമ്മറി വേഗമേറിയതാണെങ്കിലും ഇത് സാധാരണയായി സെക്കൻഡറി മെമ്മറിയെ അപേക്ഷിച്ച് ചെറിയ സംഭരണ ശേഷി മാത്രമേ ഉള്ളൂ. റോമിനും ഫ്ലാഷ് മെമ്മറിയും ഹാർഡ് ഡ്രൈവിനും നോൺ വോളറ്റൈൽ മെമ്മറിയുടെ ഉദാഹരണങ്ങളാണ്. താഴെ പറയുന്നവയിൽ പ്ലാറ്റ്ഫോമുകൾ ഏതാണ് പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗിനായി പ്രധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ലിങ്ക്ഡ്ഇൻ. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഡാറ്റ അയക്കാൻ കഴിയുമ്പോഴും ലഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രശ്നമാകാൻ സാധ്യതയുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവെല്ലാം. തെറ്റായ IP കോൺഫിഗറേഷൻ. ഓപ്ഷൻ ഇൻകമിംഗ് ട്രാഫിക് തടയുന്ന ഫയർവാൾ, പിഴവുള്ള നെറ്റ്വർക്ക് കേബിൾ. IT ആക്ട് 2000 പ്രകാരം ഡിജിറ്റൽ സിഗ്നേച്ചർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ഒരു ഇലക്ട്രോണിക് സന്ദേശം അയച്ച വ്യക്തിയുടെ തിരിച്ചറിയൽ സാധൂകരിക്കുന്നു. ഏതാണ് വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ഉദ്ദേശമായി കണക്കാക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി A and D. ഓരോ പൊതു അധികാര സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം സുതാര്യവും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിന് വിവരാവകാശത്തിൻ്റെ പ്രായോഗിക ഭരണക്രമം പ്രതിപാദിക്കുന്നതിനും പൊതു അധികാര സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിൽ കീഴിൽ പൗരന്മാർക്ക് വിവരം പ്രാപ്യമാക്കുന്നു. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ സാധനങ്ങൾ വാങ്ങുമ്പോഴോ സേവനങ്ങൾ ഉപയോഗിക്കുമ്പോഴോ ഉപഭോക്തൃ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. മുതിർന്ന പൗരന്മാരുടെ ദേശീയ നയം എന്താണ് വ്യക്തമാക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി മേൽ പറഞ്ഞ എയും ബിയും. വയോജനങ്ങളുടെ സംരക്ഷണം അനുയോജ്യമായ ചട്ടക്കൂട് സൃഷ്ടിക്കാനുള്ള നടപടി സ്വീകരിക്കാം. പീഡനങ്ങളിൽ നിന്നും അവഗണനയിൽ നിന്നും വയോജനങ്ങളെ സംരക്ഷിക്കാം. ഏതെല്ലാം അവകാശങ്ങളാണ് ഗാർഹിക അതിക്രമത്തിൽ നിന്നും ഗാർഹിക പീഡനം സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം 2005 എടുത്തു പറയുന്നത്? ആൻസർ ഓപ്ഷൻ എ ഹർജിക്കാരിക്ക് അതിക്രമങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള സംരക്ഷണ ഉത്തരവ്, ധനസഹായം ജീവനാംശം നൽകുന്നതിനുള്ള ഉത്തരവ്, കുട്ടികളുടെ താൽക്കാലിക സംരക്ഷണ ഉത്തരവ്, നഷ്ടപരിഹാര ഉത്തരവ് എന്നിവ. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമത്തിന് പോസ്കോ നിയമം 2013 പ്രകാരം എത്ര നാളത്തെ ശിക്ഷയാണ് നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ബി കുറഞ്ഞത് 3 വർഷം. പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SCERT കേരള തയ്യാറാക്കിയ കൈപ്പുസ്തകം? ആൻസർ ഓപ്ഷൻ ബി കളിത്തുണി. ആത്മസാക്ഷാത്കാരം സാധ്യമാക്കുന്നെങ്കിൽ കർശനമായ അച്ചടക്കം അനിവാര്യമാണ് സിദ്ധാന്തിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആശയവാദം. പിന്നാക്ക വിഭാഗക്കാരുടെ സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് അയ്യങ്കാളി നയിച്ച സമരം? ആൻസർ ഓപ്ഷൻ ബി കണ്ടല ലഹള. കിൻഡർ ഗാർഡൻ ലോകത്തിന് സംഭാവന ചെയ്തത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി പ്രോബൽ. പ്രകൃതി എന്ന അദൃശ്യമായ അധ്യാപികർക്ക് അവരുടെ തത്വങ്ങൾ അനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് തികഞ്ഞ സ്വാതന്ത്ര്യം വേണം എന്ന് പ്രസ്താവിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി രവീന്ദ്രനാഥ ടാഗോർ. പഠനം നൽകുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത്? ആൻസർ ഓപ്ഷൻ സി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ആൻസർ ബാല്യകാല വിവരങ്ങളുടെ സവിശേഷത അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ സ്ഥിരത. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല? ആൻസർ ഓപ്ഷൻ ഡി എറണാകുളം. പക്വത വ്യക്തിത്വം മെച്യൂർഡ് പേഴ്സണാലിറ്റി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി GW ആൽബോർട്ട്. ഗ്രൂപ്പുകളിൽ ഒരു വ്യക്തിയുടെ സാമൂഹിക ബന്ധത്തിൻ്റെ അളവ് നിശ്ചയിക്കാനും അയാളുടെ സ്വീകാര്യതയും അയാളുടെ വിമുഖതയും എത്രമാത്രമാണ് പരിശോധിക്കാനുള്ള മാർഗം? ആൻസർ ഓപ്ഷൻ ബി സാമൂഹ്യ ബന്ധ പരിശോധന സോഷ്യോമെട്രിക് ടെക്നിക്.
വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ഒരു സജീവ പഠന രീതിയായ ക്രിയാഗവേഷണം ആക്ഷൻ റിസർച്ചിൻ്റെ ആവിഷ്കർത്താവ്. ആൻസർ ഓപ്ഷൻ ഡി സ്റ്റീഫൻ എം കോറി. പിയാഷെയുടെ ഇന്ദ്രികജാല ഘട്ടത്തിൻ്റെ സവിശേഷതകൾ പെടാത്തതേത്? ആൻസർ ഓപ്ഷൻ സി ഭാഷ വികസിക്കുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യ സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതികളിൽ ഉൾപ്പെടാത്തതേത്? നിർഭയ, അപരാജിത, പിങ്ക് പോലീസ്, ഹോപ്പ്. ആൻസർ ഹോപ്പ്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ എ 1961. പുളിക്കുന്ന മുന്തിരി ശൈലി താഴെ പറയുന്ന ഏത് സമായോജന ക്രിയാതന്ത്രങ്ങൾക്ക് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ ഡി യുക്തീകരണ റേഷണലിസം. WHO നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണ്യങ്ങൾ പെടാത്തതേത്? സ്വയം അറിയിക്കുക, ക്രിയാത്മക ചിന്ത, തീരുമാനമെടുക്കൽ, ബഹുമുഖ ബുദ്ധി. ആൻസർ ഓപ്ഷൻ ഡി ബഹുമുഖ ബുദ്ധി. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പ്രകാരം സൗജന്യവും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം 6-നും 14-നും ഇടയിലെ എല്ലാവർക്കും നൽകാൻ സർക്കാരിന് ബാധ്യതയാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രായത്തിന് അനുയോജ്യമായ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ആക്ട് താഴെ പറയുന്നതിൽ ഏതാണ്? എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഹാൻഡികാപ്ഡ് ചിൽഡ്രൻ ആക്ട്, പ്രൊജക്ട് ഓൺ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആക്ട് ഫോർ ഡിസേബിൾഡ് ഇൻഡിവിജ്വൽ വിത്ത് ഡിസബിലിറ്റീസ് എഡ്യൂക്കേഷൻ ആക്ട്, റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്. ആൻസർ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്. കുട്ടികളുടെ വ്യക്തിഗത കുടുംബ സാമൂഹിക സാഹചര്യങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ അവസ്ഥയും വിശകലനം ചെയ്ത് കുട്ടികൾക്ക് അനുയോജ്യമായി തയ്യാറാക്കുന്ന വ്യക്തിഗത വിദ്യാഭ്യാസ പരിപാടിയാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ്, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ, ചെക്ക് ലിസ്റ്റ്, അനക്ഡോട്ടൽ റെക്കോർഡ്. ഓപ്ഷൻ ബി ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ. വൈദ്യുതി ആഘാതം സംഭവിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് ഏത്? മെയിൻ സ്വിച്ച് ഓർ അനുബന്ധ സ്വിച്ച് ഓഫാക്കുക, ആവശ്യമെങ്കിൽ കൃത്യമായി ശ്വാസോച്ഛ്വാസം നൽകുക, വൈദ്യുതബന്ധത്തിൽ നിന്ന് വേർപെടുത്താൻ ശക്തിയായി പിടിച്ചു നൽകുക, പൊള്ളലുണ്ടെങ്കിൽ അതിനുള്ള പരിചരണം നൽകുക. ഓപ്ഷൻ സി വൈദ്യുതബന്ധത്തിൽ നിന്ന് വേർപെടുത്താൻ ശക്തിയായി പിടിച്ചു തള്ളുക. താഴെ പറയുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? തിമിരം, ഗ്ലോക്കോമ, ചെങ്കണ്ണ്, മയോപ്പിയ. ആൻസർ ഓപ്ഷൻ സി ചെങ്കണ്ണ്. വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്ന പരിപാടി? ഓപ്ഷൻ എ സർഗവസന്തം, സഹായഹസ്തം, കിളിക്കൊഞ്ചൽ, നിർഭയ. ആൻസർ ഓപ്ഷൻ എ സർഗവസന്തം. താഴെ പറയും വിറ്റാമിനുകളുടെ അപര്യാപ്ത രോഗം അല്ലാത്തതേത്? നിശാന്തത, ഡയബറ്റീസ്, റിക്കറ്റ്സ്, സ്കർവി. ആൻസർ ഓപ്ഷൻ ബി ഡയബറ്റീസ്. കേരള സംസ്ഥാന സമ്പൂർണ്ണ കായികക്ഷമതാ പദ്ധതി ശുപാർശ ചെയ്യുന്ന 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ ബോഡി മാസ് ഇൻഡെക്സ് നിരക്ക് താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ലോവർ എൻഡ് ഓഫ് BIM 14:3, അപ്പർ എൻഡ് ഓഫ് BIM 21.0. ഹോവാർഡ് ഗാർഡനർ അവതരിച്ച ബഹുബുദ്ധിയിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി സാംസ്കാരികപരമായ ബുദ്ധി. ദേശീയ വിദ്യാഭ്യാസ നയം 2005 താഴെ തെറ്റായ പ്രസ്താവന ഏതാണ്? 2 മുതൽ 7 വയസ്സുവരെയുള്ള ഫൗണ്ടേഷൻ സ്റ്റേജായി കണക്കാക്കുന്നത്. 3 വയസ്സ് അംഗനവാടി വിദ്യാഭ്യാസം ഇതിൽ ഉൾപ്പെടും. ഓപ്ഷൻ സി അംഗനവാടി സ്കൂളിനൊപ്പം പ്രവർത്തിച്ച് ബാലികാവാടി സ്കൂൾ കോംപ്ലക്സ് പ്രവർത്തകമാകേണ്ടതാണ്. അടിസ്ഥാന ഭാഷാഗണിത ശേഷികൾ ഇക്കാലയളവിൽ ആർജിക്കുന്ന പ്രാധാന്യം നൽകേണ്ടതാണ്. ഓപ്ഷൻ എ 2 മുതൽ 7 വയസ്സുവരെയുള്ള ഫൗണ്ടേഷൻ സ്റ്റേജ് ആയി കണക്കാക്കുന്നത്. 64 ക്വസ്റ്റ്യൻ ഡിലീറ്റ്. ഭക്ഷ്യവസ്തുക്കളിലെ മായത്തെക്കുറിച്ച് പരാതി നൽകാൻ നമ്മെ സഹായിക്കുന്ന വെബ്സൈറ്റ് www.fsi.government.in. ജങ്ക് ഫുഡ് കഴിക്കുന്ന കുട്ടികളിൽ താഴെ പറയുന്ന പ്രസ്താവന ശരിയല്ലാത്തത്? പൊണ്ണത്തടി ഉണ്ടാകാൻ കാരണമാകുന്നു, പഠനത്തെയും ഓർമ്മശക്തിയെയും പ്രതികൂലമായി ബാധിക്കുന്നു, അമിത ആഹാരം കഴിക്കാനുള്ള പ്രവണത, പോഷകാഹാരസമൃദ്ധമായ ഭക്ഷണം. ആൻസർ ഓപ്ഷൻ ഡി പോഷകാഹാരസമൃദ്ധമായ ഭക്ഷണം. ചെറിയ കുട്ടികൾ സാധാരണ വരാറുള്ള പകർച്ചവ്യാധികൾ ഉൾപ്പെടാത്ത ഇത്? ചെങ്കണ്ണ്, ചിക്കൻ പോക്സ്, നിശാന്ത, ഹെപ്പറ്റൈറ്റിസ്. ആൻസർ ഓപ്ഷൻ ബി നിശാന്ത. ECCE ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ നടക്കുന്ന രാജ്യത്തെ ഏറ്റവും വ്യാപകമായ കേന്ദ്രം? സ്പെഷ്യൽ സ്കൂൾ, പ്രീ പ്രൈമറി സ്കൂൾ, അംഗനവാടികൾ, പ്ലേ സ്കൂൾ. ആൻസർ ഓപ്ഷൻ സി അംഗനവാടികൾ.
ADHDയുടെ പൂർണ്ണ രൂപം എന്താണ്? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. താഴെ കൊടുത്തിന് കുട്ടികളുടെ ദീർഘകാലത്തെ പഠന തെളിവുകളുടെ ശേഖരണം. ക്യുമുലേറ്റീവ് റെക്കോർഡ്, ഇവാലുവേഷൻ പ്രൊഫൈൽ, പോർട്ട്ഫോളിയോ, പ്രോഗ്രസ് കാർഡ്. ആൻസർ ഓപ്ഷൻ സി, പോർട്ട്ഫോളിയോ. പ്രീ സ്കൂളിൽ വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രീയ നവീകരണം ലക്ഷ്യമിട്ട് 2017 മുതൽ നടത്തിവരുന്ന അധ്യാപക ശാക്തീകരണ പരിപാടി. സമഗ്ര ശിക്ഷ, പ്രതിശിക്ഷ, സർവശിക്ഷ, പ്രാഥമിക ശിക്ഷ. ആൻസർ ഓപ്ഷൻ സി, പ്രശിക്ഷ. ശിശുക്ഷേമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അന്തർദേശീയ സംഘടന. യൂണിസെഫ്, യുനെസ്കോ, NCERT, WHO. ആൻസർ ഓപ്ഷൻ യൂണിസെഫ്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായി പരിഗണിക്കാൻ കഴിയാത്തത്. ഓപ്ഷൻ എ, അറിവ് നേടുക, തൊഴിലിന് പ്രാപ്തി വരിക, സ്വഭാവ രൂപീകരണം, ധനസമ്പാദനം. ആൻസർ ഓപ്ഷൻ ഡി, ധനസമ്പാദനം. ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. മാർച്ച് 8, ഏപ്രിൽ 7, ജൂലൈ 11, സെപ്റ്റംബർ 8. ആൻസർ ഓപ്ഷൻ സി, ജൂലൈ 11. ദേശീയ വിദ്യാഭ്യാസ നയം 2000 പരാമർശം. ഹാപ്പി സ്കൂൾ സങ്കല്പം ഏത് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ രീതിയോടും കടപ്പെട്ടിരിക്കുന്നു? ഫിൻലാൻഡ്, അമേരിക്ക, ചൈന, സ്കോട്ട്ലൻഡ്. ആൻസർ എ, ഫിൻലാൻഡ്. താഴെ പറയുന്ന ദീർഘകാല വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? വ്യക്തിയുടെ ജീവിതത്തെ 4 ആശ്രമങ്ങളായി തിരിച്ചിരിക്കുന്ന സമഗ്ര വികാസനം വിഭാവനം ചെയ്യുക. വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതിഹാസങ്ങൾ തുടങ്ങിയവയെ ഉള്ളടക്കം. ജാതി പരിഗണന കൂടാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം. ചോദ്യോത്തര സംഭാവന രീതിയുള്ള അധ്യയനം. ആൻസർ ഓപ്ഷൻ സി, ജാതി പരിഗണന കൂടാതെ ഏവർക്കും വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ ഘടന 10+2+3 എന്ന പഠന സംവിധാനം ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ദേശീയ വിദ്യാഭ്യാസ നയം 1968. സംയോജിത ശിശുവികസന സേവനം ICDSന്റെ ഒരു കീഴിലുള്ള സേവനങ്ങൾ ഉൾപ്പെടാത്തത്. പ്രീ സ്കൂൾ അനൗപചാരിക വിദ്യാഭ്യാസം, സ്ത്രീകൾക്കുള്ള തൊഴിലുറപ്പ് പദ്ധതി, പോഷകാഹാരവും ആരോഗ്യ വിദ്യാഭ്യാസവും, രോഗപ്രതിരോധം. ആൻസർ ഓപ്ഷൻ ബി, സ്ത്രീകൾക്കുള്ള തൊഴിലുറപ്പ് പദ്ധതി. താഴെ പ്രതിപാദിക്കുന്നതിൽ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതല്ല? ഒരു പഞ്ചായത്ത് പ്രദേശത്തെ ഒരു ഗ്രാമത്തിലെ വോട്ടർ പട്ടികയിൽ പേര് നൽകിയിട്ട് എല്ലാ വോട്ടർമാർക്കും ചേർത്ത് സംവിധാനമാണ് ഗ്രാമസഭ. ഇന്ത്യൻ ഗ്രാമസഭയുടെ അനുച്ഛേദം 243 ഗ്രാമസഭകളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്. ഗ്രാമസഭയുടെ കോറം പ്രസ്തുത പ്രദേശ സമ്മതിയുടെ എണ്ണത്തിൽ 20% ആൻസർ ഓപ്ഷൻ ബി, 1, 2. ഒരു ഗ്രാമപഞ്ചായത്തുകളുടെ യോഗ്യതകൾ താഴെ പറയുന്നതിൽ ഏതല്ല? പ്രസ്തുത ഗ്രാമപഞ്ചായത്തുകൾ ഏതെങ്കിലും നിയോജകമണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. നോമിനേഷൻ സമർപ്പിക്കുന്ന രീതിയിൽ 21 വയസ്സ് പൂർത്തിയാകണം. ആൻസർ ഓപ്ഷൻ സി, 1 and 2. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിൻ്റെ എത്രാമത്തെ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഓംബുഡ്സ്മാനെ കുറിച്ച് പ്രതിപാദിക്കുന്ന? ആൻസർ ഓപ്ഷൻ ബി, 271. ഇന്ത്യയിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് 2007 നിലവിൽ വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ കേരളത്തിൽ ഏതൊക്കെ ജില്ലയാണ് ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ എ, 1 and 3, വയനാട്, പാലക്കാട്. വികേന്ദ്ര ആസൂത്രണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ് വികേന്ദ്ര ആസൂത്രണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 1990 കേരള പഞ്ചായത്ത് രാജ് നിയമവും കേരള മുനിസിപ്പാലിറ്റി നിയമവും വികേന്ദ്ര ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്നു. 9ാം പഞ്ചവത്സര പദ്ധതിയിൽ കേരള വികസന പദ്ധതി എന്ന പേരിൽ വികേന്ദ്ര ആസൂത്രണം നടപ്പിൽ വരുത്തി. ആൻസർ ഓപ്ഷൻ ബി, 3 മാത്രം തെറ്റാണ്. കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വികസന ഫണ്ട് സംബന്ധിച്ച് സംസ്ഥാന ബഡ്ജറ്റിൽ ഏത് അനുബന്ധത്തിലാണ് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, അനുബന്ധം 4. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിൽ എത്രാം പട്ടികയിലാണ് ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതല സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, 3ാം പട്ടിക. കേരളത്തിലെ പഞ്ചായത്ത് സ്ഥാപനങ്ങൾ എണ്ണം സംബന്ധിച്ച് പ്രതിപാദിച്ച ശരിയായ പ്രസ്താവന? ആൻസർ ഓപ്ഷൻ എ, 2 മാത്രം. 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്. ഗ്രാമപ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1995-96 നബാർഡ് ആരംഭിച്ചതും ഇപ്പോൾ തുടരുന്നതുമായ പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ സി, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട്.
പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ശുചിത്വ പദ്ധതി. ആൻസർ ഓപ്ഷൻ ഡി സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്ന കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി. ആൻസർ ഓപ്ഷൻ സി ആർദ്ര. കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വികസന പ്രശ്നങ്ങൾക്കായി ബന്ധപ്പെട്ട ഗവേഷണ പരിശീലന പ്രവർത്തനം സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ സ്ഥാപനം. ആൻസർ ഓപ്ഷൻ ബി കിർത്താഡ്സ്. ഗ്രാമപഞ്ചായത്തുകളുടെ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ. ആൻസർ ഓപ്ഷൻ ബി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഹരിത കേരള മിഷൻ ഊന്നൽ നൽകുന്ന വിഷയങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3. ശുചിത്വ, മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി താഴെ പറയുന്നവയിൽ ഏതല്ല? ആൻസർ ഓപ്ഷൻ സി 1, 2, 3, 4. ധനകാര്യം, വികസനം, ക്ഷേമകാര്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, പൊതുമരാമത്ത്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ക്ഷേമകാര്യങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചുമതലയിൽ വരുന്നത് ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ 1, 2, 3, 4. പട്ടികജാതി പട്ടികവർഗ വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാമൂഹിക സുരക്ഷാ പ്രവർത്തനം. മേക്ക് ഇൻ ഇന്ത്യയുടെ പദ്ധതിയിൽ കേരളത്തിലെ നോഡൽ ഏജൻസി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. നിരാലംബരും നിർധനരുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി അഗതിരഹിത കേരളം. ഭരണഘടന ഏത് ആർട്ടിക്കിളാണ് ഗ്രാമപഞ്ചായത്ത് സംവിധാനം സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 40. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ നിലവിൽ അനിവാര്യമായതും ഉണ്ടായിരിക്കേണ്ട വർക്കിംഗ് ഗ്രൂപ്പുകളുടെ എണ്ണം. സംസ്ഥാന തലത്തിൽ 2021 ഗ്രാമപഞ്ചായത്തുകളുടെ സ്വരാജ് ട്രോഫി അവാർഡ് ഏത് ഒന്നാമത്തെ ഗ്രാമപഞ്ചായത്ത്? ആൻസർ ഓപ്ഷൻ ബി പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി. ആൻസർ ഓപ്ഷൻ സി എം ബി രാജേഷ്.